വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ അനാസ്ഥ മൂലം പാറമ്പുഴ മൈലപ്പള്ളിക്കടവ് തൂക്കുപാലം അപകടാവസ്ഥയിൽ 1,12,00,000 രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലം യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലമാണ് തകർന്നത്. വിജയപുരം ഗ്രാമപഞ്ചായത്തിനെയും ഏറ്റുമാനൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന മൈലപ്പള്ളിക്കടവിലെ തൂക്കുപാലം 2013 ഉദ്ഘാടനം ചെയ്തത്. റിവർ മാനേജ്മെൻറ്റ് പദ്ധതിയിൽപ്പെടുത്തി കെല്ലായിരുന്നു നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. എന്നാൽ പാലം പൂർത്തിയായി 4 വർഷത്തോളം ഇതിൻ്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള അവ്യക്തത നിലനിന്നു. ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന സർക്കാരിനും നാട്ടുകാർ നിരവധി നിവേദനങ്ങൾ നൽകിയതിൻ്റെ വെളിച്ചത്തിൽ ഒടുവിൽ വിജയപുരം ഗ്രാമപഞ്ചായത്തിനെ പാലത്തിൻ്റെ പരിപാലന ചുമതല സർക്കാർ ഏൽപ്പിക്കുകയായിരുന്നു. കാലാകാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് കെല്ലുദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് സാമൂഹ്യ പ്രവർത്തകനായ രാധാകൃഷ്ണൻ ചീനിക്കുഴി പറയുന്നത്. ഇതിൻ്റെ 2 ബാറുകൾ ഒടിഞ്ഞിരിക്കുക. ഇതൊക്കെ അന്ന് കെല്ല് പറഞ്ഞിരുന്നു ഇത് ചെയ്യണം. ഈ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരു കുഴപ്പമില്ല. കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ഞങ്ങൾ കെല്ലുകാരെ ഇവിടെ വിളിച്ചു വരുത്തി ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് എത്ര രൂപയാകും എന്ന് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവർ പറഞ്ഞത് ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ ഇതിന് അന്ന് മുടക്ക് വരും എന്നാണ് പറഞ്ഞത്. വീണ്ടും അത് പഴയതിലേക്ക് വീണ്ടും പോയി. കാരണം അന്ന് 5 ലക്ഷം രൂപയാണ് MLA ഫണ്ടിൽ നിന്നും ഇതിന് വകയിരുത്തിയത്. തികഞ്ഞില്ല. വീണ്ടും അത് ലാപ്സായിപ്പോയി, മറ്റ് ഇതിലേക്ക് മാറിപ്പോയി. പക്ഷേ ഇവിടുത്തെ പരാധീനത തീരുന്നില്ല. ഇവിടെ ദൈനംദിനം ഇഷ്ടം പോലെ ജനങ്ങൾ വരികയും പോവുകയും ഇത് ഒരു ടൂറിസത്തിൻ്റെ ഒരു രീതിയിലേക്ക് കടക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഈ അപകടം കണ്ടില്ല എന്നാണ് അധികാരികൾ നടിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന് മൈലപ്പള്ളിക്കടവ് പാലം കൊണ്ട് നിരവധി ടൂറിസം സാധ്യതകൾ നിലനിൽക്കവെയാണ് അധികൃതർ ഈ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചത്. ഒപ്പം ഇരു തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനങ്ങൾക്ക് എളുപ്പത്തിൽ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്താമെന്ന പ്രത്യേകതയും ഈ തൂക്കുപാലത്തിനുണ്ട്. പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മൈലപ്പള്ളിക്കടവ്. തൂക്കുപാലത്തിൻ്റെ തുടക്കഭാഗത്തും അവസാന ഭാഗത്തുമാണ് ഇപ്പോൾ അപകടം പതിയിരിക്കുന്നത്. പാലത്തിൻ്റെ സ്ഥിതിയിൽ ആശങ്കാകുലരായ നാട്ടുകാർ ഏതാനും വർഷം മുമ്പ് കെല്ലധികൃതരെ സമീപിച്ചിരുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് 25 ലക്ഷം രൂപയോളം ചെലവാകുമെന്നാണ് കെല്ലധികൃതർ നാട്ടുകാരോട് പറഞ്ഞത്. ഈ വിഷയം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ തുക അപര്യാപ്തമായതിനാൽ അറ്റകുറ്റപ്പണികൾ മുടങ്ങി. പാലത്തിൻ്റെ നിലവിലെ സ്ഥിതി അത്യന്തം അപകടകരമാണ്. ഈ സാഹചര്യത്തിൽ വിജയപുരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് അടിയന്തരമായി പാലം അറ്റകുറ്റപ്പണി തീർത്ത് അപകടരഹിതമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതിനുവേണ്ടി MLA ഫണ്ടും MP ഫണ്ടും പ്രയോജനപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.